അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ വന്ന കാര്യം മക്കളെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എല്ലാവരും ഇപ്പോഴത്തെ പഠിത്തത്തിന്റെ ആ ഒരു ട്രാക്കിലേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ടൈം ടേബിൾ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ ഏതൊക്കെ ദിവസം ഏത് ടൈമിലൊക്കെയാണ് നമ്മളുടെ എക്സാമുകൾ വരുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 11-ാം തീയതിയാണ് അല്ലേ? അപ്പോൾ 11-ാം തീയതി ബുധനാഴ്ചയാണ് നമ്മളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴാണ്? രാവിലെയും ഉച്ചയ്ക്കും ഉണ്ട് നമ്മളുടെ എക്സാമുകൾ. അപ്പോൾ ഫസ്റ്റത്തെ ദിവസം നിങ്ങൾക്ക് ഉച്ചയ്ക്കാണ് എക്സാം വരുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ് എക്സാം വരുന്നത്? ഒന്നാം ഭാഷ പേപ്പർ 1, അതായത് നമ്മുടെ മലയാളം ഫസ്റ്റ്, അതായത് കേരള പാഠാവലിയാണ് നമ്മുടെ 11-ാം തീയതി നമ്മുടെ ഫസ്റ്റത്തെ എക്സാം ആയിട്ട് വരുന്നത്. ഒട്ടുമിക്ക സമയത്ത് നമുക്ക് എക്സാമിന് ആദ്യം വരുന്നത് നമ്മുടെ മലയാളം ഫസ്റ്റ് തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ ചിലർക്ക് മലയാളം ആയിരിക്കും, ചിലർക്ക് അറബി ആയിരിക്കും, ചിലർക്ക് അതുപോലെ സംസ്കൃത്, അങ്ങനെ ഏതാണോ നിങ്ങൾ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് അതായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ 11-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്കാണ് നമ്മളുടെ എക്സാം. അപ്പോൾ ടൈം എപ്പോഴാണ്? 1:30 to 3:15 നമ്മളുടെ എക്സാമിന്റെ ടൈം വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ 11-ാം തീയതി നമ്മളുടെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് അടുത്ത എക്സാം ഉണ്ട്. അപ്പോൾ 12-ാം തീയതി വ്യാഴാഴ്ച, അന്നും നമുക്ക് ഉച്ചയ്ക്ക് തന്നെയാണ് എക്സാം വരുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് 1:30 to 3:15 വരെ ഇംഗ്ലീഷ് ആണ് നമ്മളുടെ എക്സാം വരുന്നത് കേട്ടോ. അപ്പോൾ രണ്ടും ലാംഗ്വേജ് ആണ്. ഫസ്റ്റ് നമ്മളുടെ മലയാളം വരുന്നു, ദെൻ അതിനുശേഷം നമ്മളുടെ ഇംഗ്ലീഷ് ആണ് അടുത്ത എക്സാം വരുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം നമുക്ക് കുറച്ച് അടുപ്പിച്ചാണ് നമ്മളുടെ എക്സാമുകൾ വരുന്നത്. കാരണം അടുപ്പിച്ച് അങ്ങനെ കഴിഞ്ഞ കാര്യം തീർന്നല്ലോ, നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? അപ്പോൾ അടുത്ത നമ്മളുടെ വെള്ളിയാഴ്ചയാണ് നമ്മളുടെ എക്സാം വരുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച നമുക്ക് 2 എക്സാം ഉണ്ട്. രാവിലെ നമുക്ക് എക്സാം ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഉച്ചയ്ക്കും എക്സാം ഉണ്ട്. അപ്പോൾ രാവിലെ 10 മണിക്കാണ് നമ്മളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 മണി മുതൽ 12:45 വരെയാണ് നമ്മളുടെ എക്സാം. അപ്പോൾ അത് കലാകായിക പ്രവൃത്തി പരിചയമാണ് നമ്മളുടെ എക്സാം വരുന്നത് കേട്ടോ. ദെൻ അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണി മുതൽ, അപ്പോൾ നോക്കുക ബാക്കി ദിവസങ്ങളിലൊക്കെ 1:30-ക്കായിരുന്നു നമ്മളുടെ എക്സാം. അപ്പോൾ മൂന്നാമത്തെ ദിവസം, അതായത് വെള്ളിയാഴ്ച ദിവസം നമുക്ക് 2 മണിക്കാണ് എക്സാം തുടങ്ങുന്നത്. അപ്പോൾ 2 to 3:45 വരെയാണ് നമ്മളുടെ എക്സാം വരുന്നത്. അത് ഏതാണ്? അതും നമ്മളുടെ അടുത്ത ലാംഗ്വേജ് ആണ്, നമ്മളുടെ ഹിന്ദിയാണ് എക്സാം വരുന്നത്. അപ്പോൾ ആദ്യം മലയാളമാണ്, ദെൻ അത് കഴിഞ്ഞ് ഇംഗ്ലീഷാണ്, പിന്നെ വരുന്ന നമ്മളുടെ ലാംഗ്വേജ് ഹിന്ദിയാണ് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തുണ്ട്? പിന്നെ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ട്. 13-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് എക്സാം വരുന്നത് 16-ാം തീയതിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 2 ദിവസം അതിൻ്റെ ഇടയിൽ എന്തുണ്ട്? ഗ്യാപ്പ് ഉണ്ട് അല്ലേ? അതായത് നമ്മൾ ശനിയാഴ്ചയും അതുപോലെ തന്നെ ഞായറാഴ്ചയും നമുക്ക് ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ 2 ദിവസം കഴിഞ്ഞ് നമുക്ക് ഉച്ചയ്ക്ക് എക്സാം വരുന്നത് ഏതാണ്? നിങ്ങളുടെ എല്ലാവരെയും വലിയൊരു പേടി സ്വപ്നമായിരിക്കും നമ്മളുടെ സോഷ്യൽ എന്ന് പറയുന്ന സബ്ജക്റ്റ് അല്ലേ? കുറേ അധികം പഠിക്കാണ്ട്, കുറേ എഴുതണം, അങ്ങനെയൊക്കെയുള്ള കുറേ ടെൻഷൻസ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ പേടിക്കേണ്ട, സോഷ്യൽ പഠിക്കാനായിട്ട് നമുക്ക് എന്തുണ്ട്? 2 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ 2 ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം എന്നില്ല, സോഷ്യലിന് വേണ്ടി തന്നെ ചെലവാക്കണം എന്നില്ല. വേറെ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ട്, നമ്മളുടെ മാത്സും ബേസിക് സയൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം എന്ത് ചെയ്യാം, അതൊക്കെ പഠിക്കാൻ വേണ്ടി കൂടി യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളുടെ അടുത്ത തിങ്കളാഴ്ച നമ്മളുടെ ഉച്ചയ്ക്ക് 1:30 to 3:15 സോഷ്യൽ, അതായത് സാമൂഹ്യ ശാസ്ത്രമാണ് നമ്മളുടെ എക്സാം വരുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ വീണ്ടും അടുപ്പിച്ചാണ് നമ്മളുടെ എക്സാം വരുന്നത്. 17-ാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഇതേപോലെ തന്നെ 1-ാം ഭാഷ പേപ്പർ 2, അതായത് നമ്മുടെ മലയാളം സെക്കൻഡ്, അത് എല്ലാവർക്കും ഉള്ള എക്സാം ആണ്. അപ്പോൾ ചൊവ്വാഴ്ച നമുക്ക് മലയാളം സെക്കൻഡ് ആണ് ഉച്ചയ്ക്ക് എക്സാം വരുന്നത്. ദെൻ അതിനുശേഷം 18-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഏത് എക്സാം? ബേസിക് സയൻസ് ആണ്, അതായത് ഫിസിക്സും കെമിസ്ട്രിയും അതുപോലെ തന്നെ ബയോളജിയും 3ഉം കൂടി ഒരുമിച്ചിട്ടുള്ള നമ്മളുടെ എക്സാം ആണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ടൊക്കെ 3 എണ്ണം ഉണ്ട്, ബാക്കിയെല്ലാം ഓരോന്നല്ലേ ഉള്ളൂ. ഇത് 3 എണ്ണം ഉണ്ട് എന്നൊന്നും പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് നമ്മളുടെ ബേസിക് സയൻസ്. ഇഷ്ടപ്പെട്ടൊന്ന് നിങ്ങൾ ഇരുന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ 1:30 to 3:45 വരെ നമ്മളുടെ ബേസിക് സയൻസ് ആണ് എക്സാം. അത് കഴിഞ്ഞാൽ 19-ാം തീയതി നമ്മളുടെ എല്ലാം തീരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും. കാരണം എക്സാം തീരെയാണല്ലോ, നമുക്ക് സുഖമായിട്ട് കടന്നുറങ്ങാം, നിങ്ങൾക്ക് ഫോണിൽ കളിക്കാം, എന്ത് വേണേലും ട്രിപ്പൊക്കെ പോവുകയൊക്കെ ചെയ്യാം. അപ്പം അങ്ങനെ 19-ാം തീയതി വ്യാഴാഴ്ച എന്ത് തീരാണ്? നമ്മളുടെ എക്സാമുകൾ അങ്ങനെ തീരാണ്. അപ്പം അന്നും ഉച്ചയ്ക്കാണ് നമ്മളുടെ എക്സാം. അതും ഒരു വലിയൊരു സബ്ജക്റ്റിലാണ് നമ്മളുടെ എക്സാം തീരുന്നത്. നമ്മളുടെ മാത്സ് ആണ് നമ്മളുടെ ലാസ്റ്റ് എക്സാം വരുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഈ സോഷ്യലിൻ്റെ ആ ഇടയിലുള്ള ടൈം ഉണ്ടല്ലോ, അപ്പം നിങ്ങൾ ബേസിക് സയൻസും മാത്സും കൂടി പഠിക്കാനായിട്ട് കൂടി ഒന്ന് ശ്രമിക്കുക. അപ്പം ഇതാണ് നമ്മളുടെ 8ാം ക്ലാസ്സിൻ്റെ നമ്മളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ വരുന്നത്. സോ ഇനി ആരും എന്ത് ചെയ്യരുത്, ഉഴപ്പിയൊന്നും ഇരിക്കാനുള്ള സമയം നമ്മുടെ മുന്നിലില്ല. സോ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. അപ്പോൾ ടൈം ടേബിൾ ഒക്കെ ആരെങ്കിലും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക.
ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.